ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക. അവതരണം സുനീഷ് വിതുര. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ കോട്ടയം ജില്ലയിലെ 9 നിയോജക മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. LDF സിറ്റിംഗ് സീറ്റുകളടക്കം UDF പിടിച്ചെടുത്തു. പുതുപ്പള്ളി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ സീറ്റ് നിലനിർത്തിയത്. എന്നാൽ LDF സിറ്റിംഗ് സീറ്റായ ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവനെ UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് തോൽപ്പിച്ചു. LDF കോട്ടയായിരുന്ന വൈക്കം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി K ബിനിമോന്റെ അട്ടിമറി വിജയം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. കോട്ടയം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സീറ്റ് നിലനിർത്തി. പാലാ നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മാണി C കാപ്പൻ വിജയിച്ചു. UDF സ്ഥാനാർത്ഥികളായ വിനു ജോബ് കുഴിമണ്ണിൽ ചങ്ങനാശ്ശേരിയിലും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ പൂഞ്ഞാറിലും റോണി K ബേബി കാഞ്ഞിരപ്പള്ളിയിലും വിജയിച്ചു. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ സീറ്റ് നിലനിർത്തി UDF സ്ഥാനാർത്ഥി മോൻസ് ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതോടുകൂടി കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിലേക്ക് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. തൃക്കൊടിത്താനം ഡിവിഷൻ അംഗം വിനു ജോബ് ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗവും CPIM സ്ഥാനാർത്ഥിയുമായ മഞ്ജു സുജിത്തിനെ പരാജയപ്പെടുത്തിയാണ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വിനു ജോബ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷനിൽ അംഗമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിനു ജോബിന്റെ തിളക്കമാർന്ന വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. കോട്ടയം ജില്ലയിൽ മിന്നാമിന്നി ക്യാമ്പിന് തുടക്കം കുറിച്ചു. ഭിന്നശേഷിയുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കിയാണ് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സമൂഹ അധിഷ്ഠിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായാണ് ദ്വിദിന മിന്നാമിന്നി ക്യാമ്പ് സംഘടിപ്പിച്ചത്. തെള്ളകം ചൈതന്യയിൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി OA നിർവഹിച്ചു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSSS പ്രോഗ്രാം ഓഫീസർ ഷൈല തോമസ്, കോർഡിനേറ്റർ മേരി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ക്ലാസുകളും കലാപരിപാടികളും മത്സരങ്ങളും ഉല്ലാസ പഠന യാത്രയും ചൈതന്യ പാർക്ക് സന്ദർശനവും മാതാപിതാക്കളുടെ സംഗമവും ക്രമീകരിച്ചിട്ടുണ്ട്. വരൾച്ച മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പ്രാദേശിക തലത്തിലുള്ള താപപ്രതിരോധ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകി. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിശീലന പരിപാടി ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. വരൾച്ച നേരിടുന്നതിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ പങ്ക് പ്രധാനമാണെന്നും 30 വർഷമെങ്കിലും മുൻകൂട്ടി കണ്ടുള്ള കർമ്മ പദ്ധതികൾ തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ലിറ്റി ജോസഫ്, LSGD ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ്, ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ജൂനിയർ സൂപ്രണ്ട് റാണി P ജോയി എന്നിവർ പ്രസംഗിച്ചു. പുതിയ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സംരംഭക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള OMR പരീക്ഷ മെയ് 17-ന് LBS സെന്റർ ഫോർ സയൻസസ് ആൻഡ് ടെക്നോളജി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും. കോട്ടയം ജില്ലയിലെ യോഗ്യത നേടിയ എല്ലാ ഉദ്യോഗാർത്ഥികളും ഹാൾ ടിക്കറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിശ്ചിത സമയത്ത് എത്തണമെന്ന് അക്ഷയ പദ്ധതിയുടെ ചീഫ് കോർഡിനേറ്റർ കൂടിയായ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ ത്രിവേണി സ്റ്റുഡൻസ് മാർക്കറ്റ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ മുനിസിപ്പാലിറ്റി ബിൽഡിംഗിൽ സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് മുഖേനയാണ് ത്രിവേണി സ്കൂൾ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ പഠനോപകരണങ്ങൾക്കും 30 മുതൽ 60 വരെ ശതമാനം വിലക്കുറവുണ്ട്. ജൂൺ 15 വരെ സ്കൂൾ മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.